ട്രംപിന്റെ ഗോൾഡ് കാർഡിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. രജിസ്റ്റർ ചെയ്യുന്ന സമ്പന്നരായ വിദേശികൾക്ക് കാർഡിനുള്ള വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാനും അവസരമുണ്ട്. US പൗരത്വത്തിലേക്കുള്ള ഒരു പ്രീമിയം വഴിയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. $5 മില്യൺ കാർഡിന്റെ വില. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. സ്വർണ്ണ നിറമുള്ള കാർഡിന്റെ ചിത്രവും ട്രംപിന്റെ ഫോട്ടോയും പേരും ഒപ്പം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷകന്റെ പേര്, ഇമെയിൽ, അപേക്ഷകൻ ഒരു വ്യക്തി എന്ന നിലയിലാണോ അതോ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണോ അപേക്ഷിക്കുന്നത്, ജന്മദേശത്തെ സ്ഥലം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി നൽകണം. $5 ദശലക്ഷം ട്രംപ് കാർഡ് വരുന്നു എന്നായിരുന്നു ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള ഒരു വഴിയെന്നാണ് ഗോൾഡ് കാർഡിനെ ട്രംപ് വിശേഷിപ്പിക്കുന്നതെങ്കിലും അത് ഉടനടിയുള്ള പ്രവേശനമോ സ്വാഭാവിക പൗരത്വമോ ഉറപ്പു നൽകുന്നില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻ കാർഡ് പോലെയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. US-ൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോജക്ടുകളിൽ വൻ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്ക് ഗ്രീൻ കാർഡുകൾ അനുവദിക്കുന്ന EB-5 നിക്ഷേപ വിസ പ്രോഗ്രാമിന് പകരമായാണ് ഈ വർഷം ആദ്യം ട്രംപ് കാർഡ് നിർദ്ദേശിച്ചത്. EB-5 പ്രോഗ്രാം ദീർഘകാലമായി കാലതാമസവും തട്ടിപ്പ് ആരോപണങ്ങളും നേരിടുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഈ കാർഡ് വാങ്ങുന്നതിലൂടെ സമ്പന്നരായ ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമെന്ന് ഫെബ്രുവരിയിൽ ട്രംപ് പറഞ്ഞിരുന്നു. അവർ സമ്പന്നരും വിവിധ മേഖലകളിൽ വിജയിച്ചവരുമായിരിക്കും. അവർ ധാരാളം പണം ചെലവഴിക്കുകയും ധാരാളം നികുതി നൽകുകയും ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യും. അത് പൗരത്വത്തിലേക്കുള്ള ഒരു വഴിയാണ്. സമ്പന്നരോ കഴിവുറ്റവരോ ആയവർക്ക് വേണ്ടിയുള്ളതാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ട്രംപ് കാർഡിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതിന്റെ നികുതി ആനുകൂല്യങ്ങളാണ്. ലോകമെമ്പാടുമുള്ള വരുമാനത്തിന് നികുതി നൽകുന്ന ഗ്രീൻ കാർഡ് ഉടമകളിൽ നിന്ന് വ്യത്യസ്തമായി ഗോൾഡ് കാർഡ് വാങ്ങുന്നവർ US-ലെ വരുമാനത്തിന് മാത്രം നികുതി നൽകിയാൽ മതിയെന്ന് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെ ആകർഷിച്ചേക്കും. ആഗോള നികുതി ബാധ്യതകൾ കാരണം US-ലേക്ക് താമസം മാറുന്നത് ഒഴിവാക്കിയവരെ, പ്രത്യേകിച്ചും EB-5 വിസ പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപ് കാർഡ് അപേക്ഷകരോട് US-ൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ ബിസിനസ് ആരംഭിക്കാനോ ആവശ്യപ്പെടുന്നില്ല. US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് അവകാശപ്പെട്ടത് പ്രകാരം ഒറ്റ ദിവസം കൊണ്ട് 1000 കാർഡുകളാണ് വിറ്റഴിഞ്ഞത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 3.7 കോടി ആളുകൾ ട്രംപ് കാർഡ് വാങ്ങുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അതേസമയം ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ നിർദ്ദേശിച്ച പ്രസിഡന്റ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി തള്ളിയിരുന്നു. ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് 9ാം സർക്യൂട്ട് അപ്പീൽസ് കോടതിയുടെ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. നേരത്തെ കീഴ്ക്കോടതി തള്ളിയ വിധിക്കെതിരെയാണ് വൈറ്റ് ഹൌസ് അപ്പീൽ കോടതി സമീപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ വീണ്ടും എത്തിയതിന് പിന്നാലെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അത്ര എളുപ്പം നടക്കില്ലെന്ന് ഉറപ്പാവുകയായിരുന്നു. ട്രംപ് ഭരണകൂടം ഇനി സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച ഉത്തരവ് നടപ്പായാൽ താൽക്കാലിക ജോലിയിലോ ടൂറിസ്റ്റ് വിസയിലോ US-ൽ താമസിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി സ്വയമേവ അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല. നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കും. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ ജന്മാവകാശ പൗരത്വത്തിനും നിരോധനം ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.